അതങ്ങനെ ഇതിങ്ങനെ സിനിമയായിട്ട് തോന്നിയില്ല, ലൊക്കേഷനില് തോന്നിയതേ ഡെലിവറി ഉണ്ട്, ഒരു ഡെലിവറി ഉണ്ട്. 3 മാസം ഭയങ്കര ബുദ്ധിജീവികളാന്ന് ഞാൻ പണ്ട് ചെയ്തതാണ്. നിങ്ങൾ ട്രൈ ചെയ്തു. ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ഡിസിപ്ലിന്റെ ഭാഗമായിട്ടല്ലേ? അതെ, വേണ്ട. ഡിസിപ്ലിൻ പോയി നമ്മുടെ തല നശിച്ചു. നമ്മളൊരു മെസ്സേജ് കിടക്കുന്നതാണ്. you should be able to do it. ചെയ്തു നോക്കൂ. അത് ഇങ്ങനല്ലേ? അതങ്ങനെ ഇതിങ്ങനെ ഒരേ ടൈം. ഒന്ന് ക്ലോക്ക് വൈസ്, ഒന്ന് ആന്റി ക്ലോക്ക് വൈസ്. അവിടെ പോയി ചെയ്തിട്ട് അപ്പഴേക്ക് പരിപാടി കഴിയുമ്പോഴേ അത് ഒരേ ഒരേ ഇതിലാ പോയി കൊടുക്കണേ. ഇത് നടക്കൂല, ഒരേ സൈസ് നടക്കും ഇങ്ങനെ. ചെയ്യുന്നില്ലല്ലോ. നീ ചെയ്. അത് പണ്ട് 5-6 തവണ ഇങ്ങനെ പോണം. ഇത് ഇങ്ങനെ കറക്റ്റ്. വട്ടം മതിയോ അതോ 6 ആണോ? 6 ആണെന്നുണ്ടോ? ഇത് നിങ്ങളല്ലേ പറഞ്ഞത്? അല്ല വട്ടം കൈ കൊണ്ട് 6, മറ്റേത് കൊണ്ട് 9. കണ്ടില്ലായിരുന്നു. ഞാൻ ചെയ്ത പോലെ തോന്നിയില്ല എനിക്ക്. പോയി ഒരെണ്ണേ ആറൊന്നുമല്ല, വേറെന്തോ. പക്ഷെ കുഴപ്പമില്ല, വരുന്നുണ്ട്. വരത്തില്ല, കുഴപ്പമില്ല. ഇപ്പൊ തൽക്കാലത്തേക്കുള്ള പോകാൻ പറ്റുന്നുണ്ട്. പ്രകമ്പനം ഒരു പേരിന് തന്നെ ഒരു ഗാംഭീര്യമുണ്ട്. ആ ഒരു ഐഡിയ ശരിക്കും ആരുടെ വന്നത്? ഈ ഒരു പേരിന്റെ ഡയറക്ടറിനായിരിക്കും ആയിരിക്കും. നമ്മൾക്ക് വരുമ്പോ ഓൾറെഡി ഈ പേര് ഓൾറെഡി സെറ്റാണ്. ഇതിന്റെ ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് തന്നെ പല ആൾക്കാരുടെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതായത് അയ്യോ അടി കപ്പിയാരെ കൂട്ടമണി എന്ന് പറഞ്ഞിട്ട് വരുന്നു, താഴെ മറ്റേ ഈ പറഞ്ഞ പോലെ രോമാഞ്ചം വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സോ ഒബിയസ്ലി ദിസ് സിനിമ ഹാസ് സംതിങ് എൽസ് ടു ഓഫർ ഈ ഹൊറർ കോമഡി ജോണറിൽ. പ്രകമ്പനം എന്താണ് ഈ ഒരു ഹൊറർ കോമഡി ജോണറിൽ കൊണ്ടുവരുന്ന സ്റ്റോറി? പ്രകമ്പനം ആക്ച്വലി നല്ല സിനിമകളിലൂടെയാണ് അവർ കമ്പയർ ചെയ്യുന്നത്. അതന്നെ ഇറ്റ്സ് എ ഗുഡ് സൈൻ. ഇത് അത് അങ്ങനത്തെ ഒരു വേലല്ല ഇത് ട്രാവൽ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ലൈക്ക് അങ്ങനെ ഒരു ഇതിനെ ഡീൽ ചെയ്യുന്നത് ഈ ബാക്കി പടങ്ങളിൽ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ പടം ഇതൊരു ഡിഫറെന്റ് വേയിലാണ് ഈ പരിപാടി വരുന്നതും ഇവർക്ക് സംഭവിക്കുന്നതും ഇത് അവരെ ഹാൻഡിൽ ചെയ്യുന്നതും ഇത് കൊണ്ട് ഉണ്ടാവുന്നവർക്കുള്ള പ്രശ്നങ്ങളും വേറെ. അതായത് ടീസർ അല്ല ഈ പടം എന്നുള്ളതാണ്. അതെ അതെ അതെ. നമ്മൾ അതൊരു ടീസറിൽ ആ ഹോസ്റ്റലിൽ മെയിൻലി കാണുന്നതുകൊണ്ടാണ് നമുക്ക് അത് തോന്നുന്നത്. ഹോസ്റ്റലിൽ വെളിയിലും സിനിമ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് പോകുന്നത്. When you talk about the cast, I think ഈ ഒരു കാസ്റ്റ് ആദ്യമായിട്ടാണല്ലോ അല്ലേ? അപ്പൊ ഇതിന്റെ how did you guys come into the movie? ഈ പടത്തിലോട്ട് എങ്ങനെ ഓരോരുത്തരും വന്നത്? ഞാൻ പണിക്ക് ശേഷം ഫ്രൂട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ. അപ്പോൾ കുറച്ച് സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര രസമായിട്ട് സ്ക്രിപ്റ്റ് ഭയങ്കര രസമുണ്ട്. അപ്പം അങ്ങനെ കമ്മിറ്റ് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഗണപതി ഉണ്ട്, അവിടെ അമീനുണ്ട്, ശീതളുണ്ട്. രസം തോന്നി, പരിപാടി നന്നാവും. ലാസ്റ്റാന്ന് തോന്നുന്നു. നിങ്ങൾ ഫിക്സ് ആയതിനു ശേഷം എൻ്റെ അടുത്താന്ന് തോന്നുന്നു. സിനിമയായിട്ട് തോന്നിയില്ല, ലൊക്കേഷനില് തോന്നിയതേ ഇല്ല ഒരിക്കലും ഇല്ല. നമ്മളൊരു ഹോസ്റ്റൽ പരിപാടി, ഹോസ്റ്റലിൽ നിൽക്കുന്നു, രാവിലെ സ്കൂൾ വണ്ടി വരുന്നു, കോളേജിൽ പോകുന്നു, ആ ഒരു പരിപാടിയായിട്ട്. ഈ ഒരു സിനിമയില് ഇസ് ദർ ആൻ ആക്ച്വൽ ക്യാരക്ടർ? ഇപ്പൊ ഹൊറർ എന്ന് പറയുമ്പോൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടോ, ഓർ ഇസ് ജസ്റ്റ് എൻ ഓക്കറൻസ്? ഒരു ഡെലിവറി ഉണ്ട്. ഓക്കെ നൈസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായേക്കാം. ഓക്കെ, ഇവിടെ ഇരിക്കുന്നതിൽ വേണ്ട, ഞാൻ പുതിയ പ്രോജക്റ്റുകളൊക്കെ എങ്ങനെ പോകുന്നു ബ്രോ? നന്നായിട്ട് പോകുന്നു. ഞാനിപ്പോ കാസ്റ്റിംഗും പിന്നെ പ്രൊഡക്ഷനിലും വർക്ക് ചെയ്ത ഒരു EP ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാലൻ എന്ന് പറഞ്ഞ സിനിമ. അത് കഴിഞ്ഞു, അതിന്റെ ഷൂട്ട് കഴിഞ്ഞു, അതിന്റെ പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ ധൂമകേതു എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഹാപ്പി അവേഴ്സിന്റെ പ്രൊഡക്ഷൻ, സൂക്ഷ്മദർശിനിക്ക് ശേഷം ചെയ്യുന്ന പാടാണ്. എൻ്റെ ഡയറക്ടർ സുധി മാഡിസൺ ആണ്. സജിൻ ഗോപു ഞാനും കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നിഖില വിമലും ഉണ്ട്. അതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ. ഇപ്പൊ ബ്രോഡ് ഒരു ക്യാരക്ടേഴ്സ് ഇതിന് മുന്നിൽ ചെയ്തപ്പോൾ ഡോൺ സെബാസ്റ്റ്യൻ, അത് പണിയിലുള്ള ഒരു ക്യാരക്ടർ, ആൻഡ് ദാറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ എന്താ പറയുക ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. അത് എന്ത് തരം ഒരു ക്യാരക്ടറാണ്? അതിന്റെ ഒരു കംപ്ലീറ്റ് പോളാർ ഓപ്പോസിറ്റ് പോലെയാണ് ഇതിൽ നമുക്ക് പെട്ടെന്ന് ഒരു ടീസറൊക്കെ കണ്ടപ്പോൾ കണ്ടത്. പണിക്ക് നല്ലൊരു പേര് കിട്ടിയ ഭയങ്കര സ്ട്രെസ്സായിരുന്നു പടം വർക്ക് ചെയ്യാൻ. പക്ഷെ അതേപോലെയല്ല ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ അത്രയും സിങ്കാണ്. അത് സീൻ വർക്ക് ചെയ്യാനും ഓരോ കൗണ്ടേഴ്സ് പറഞ്ഞ് ഈ സീൻ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ സിനിമയിലും അങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ എല്ലാ സിനിമയിലും കിട്ടട്ടെ, പക്ഷേ ഈ സിനിമയിൽ അത് ഭയങ്കരമായിട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ സിനിമ നന്നായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ലവ്ലി. അപ്പൊ ഈ കോമഡിയിൽ നമ്മൾ എപ്പോഴും പണ്ടും കേട്ടിട്ടുണ്ട്, അപ്പം ഒരുപാട് ഇംപ്രവൈസേഷൻ കൊണ്ടുവരും. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു പടത്തിൽ? അതുണ്ട്. കഥയിൽ പുറത്തു പോകാൻ ഡയറക്ടർ നോക്കണതേ ഉള്ളൂ. നമ്മള്
നമ്മുടെ കുറെ സാധനങ്ങൾ അക്സെപ്റ്റൻസ് ഉള്ളൊരു അതെ അതെ നൈസ്. ഇപ്പൊ പഴയ ഇപ്പം സിനിമയിലൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇപ്പം ആക്ടേഴ്സ് ഒക്കെ ഭയങ്കര കോമഡി ആയിരിക്കും, പക്ഷെ സെറ്റിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചില ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കും. ഈ കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ട്, ഈ അഭിനയിക്കുന്ന അതായത് അഭിനയിക്കുന്ന സമയത്ത് എടാ കളി വേണ്ട, കളിയും ചിരിയും വേണ്ട, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പിന്നെയും കുറച്ചും ക്യാരക്ടറിൽ നിന്നുകൊണ്ടിരുന്ന സാഗറായിരുന്നു. ഭയങ്കര ടാലന്റ് ആണ്, എനിക്ക് കുറച്ച് കഴിവ് പക്ഷെ അത് അതിന്റെ ഒരു അതിന്റെ ഒരു ഇതാ കഴിവില്ലാത്ത കഴിവില്ലാതെ പിടിക്കുന്നു മാത്രം. ഗണപതി, ഈ മീശ എത്ര കാലത്തേക്ക് ഉണ്ടാവും ഇത്? ഇതിന് 1 മാസം കൂടി ഉണ്ട്. ബുദ്ധിമുട്ടുണ്ടോ? ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബർഗർ, പിസ്സ ഇങ്ങനത്തെ പ്രശ്നം, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രശ്നമുണ്ട്. ഒട്ടപ്പപ്സ് ചിന്തിക്കേ വേണ്ട. ഇനി കോഴിക്കോട് ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗത്ത് പോകുമ്പോഴേ ഈ പൊടിച്ചായ കിട്ടും. പണ്ട് കുടിക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ പക്ഷെ ഓക്കെയാണ്, ഫിൽറ്റർ ചെയ്ത് ചായ മാത്രമേ മറ്റേ ഈ ഫോമുള്ള കാപ്പിയൊക്കെ സീനായിരിക്കും. അത് ഞാൻ കൊണ്ട് ചിന്തിക്കാറില്ല, കുടിച്ചിട്ട് തുടക്കേണ്ടി വരും. ഈ സിനിമയുടെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ടീസർ ആണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിലിപ്പോ ഈ ഹോസ്റ്റൽ ഒരു മെയിൻ സാധനമാണല്ലോ, ഹോസ്റ്റലിൽ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഈ ഹോസ്റ്റൽ വാസ് ഓൾവേസ് ദി ഐഡിയ, ലൊക്കേഷൻ ഹോസ്റ്റൽ തന്നെയായിരുന്നു, അതോ പിന്നീട് കഥയിൽ വന്നൊരു ഐഡിയ ആയിരുന്നു? ഇല്ല, ഹോസ്റ്റലായ സിനിമയിൽ ഒരു ചെറിയൊരു പോർഷൻ. അത് ശരി, അതാണ് സംഭവം, നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല. അതാണ് ഞാൻ ഇപ്പൊ ഈ അടി കപ്പിയാരെ കൂട്ടമണി എന്നൊക്കെ പറഞ്ഞത്. അതെ അതെ, അത് മൊത്തം ഹോസ്റ്റലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ. പക്ഷെ ഇതൊരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് പകരം ആ സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല. കോളേജിലാകെ 4 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ഓ ഓക്കെ. അപ്പൊ ഈ എല്ലാരും ഹോസ്റ്റലിൽ താമസിച്ചാണോ? അതെ, ഇല്ല, താമസിച്ചില്ല, ഏകദേശം താമസമല്ല. ഷൂട്ടിന് വേണ്ടിയല്ല, ജീവിതത്തിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ടോ? ഇവിടെ വേറെ ആരുമില്ല? 3 മാസം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് കോളേജിലോട്ട് പോയോന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഹോസ്റ്റലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. മോശം. ഈ ഹോസ്റ്റലിൽ താമസിച്ച സമയത്ത് ഇതേപോലത്തെ ഈ പ്രേത കഥകളൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ എല്ലാ ഹോസ്റ്റലിനും ചുറ്റിപ്പറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്, അവിടെ പോകാൻ പാടില്ലാത്ത ഏരിയ? ഇല്ല, നമ്മുടെ ഹോസ്റ്റലിൽ അങ്ങനത്തെ ഉണ്ടാവില്ല. പക്ഷെ എല്ലാ സ്ഥിരം പരിപാടികളും അവിടെ ഉണ്ടായിരുന്നു. ഓജാബൂടെ എല്ലാ ഹോസ്റ്റലും ചെയ്യുന്ന ഒരു സംഭവം തന്നെയല്ല, പക്ഷെ അവിടെ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഓക്കെ, നൈസ്. അപ്പൊ അങ്ങനത്തെ ചില റിലേറ്റിവിറ്റി ഫാക്ടേഴ്സ് ഈ പടത്തിലോട്ട് കൊണ്ടുവരുന്നുണ്ടോ? പൊതുവെയുള്ള ആൾക്കാർക്കുള്ള ഈ ഒരു ഭയം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്, റിലേറ്റീവ് ആയിട്ടുള്ള അതായത് ആ ഒരു ഹാർഡ് കോർ ഹൊറർ അല്ലാതെ എന്നാൽ നമുക്ക് കൊണ്ടുവരുന്ന ചില അങ്ങനെയൊക്കെ ഉണ്ടോടാ? ഹാർഡ് കോർ ഹൊറർ അല്ല സിനിമ. ഒരു പെർസെന്റേജ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഹൊറർ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ? 70-30 ആണ്. 70 കോമഡി. ഓക്കെ ഓക്കെ, ദാറ്റ്സ് നൈസ്, ദാറ്റ്സ് ആക്ച്വലി പീസ്ഫുൾ. കുഴപ്പമില്ല. എവിടെ കോമഡി എന്ന് ചോദിക്കരുത്. എവിടെ കോമഡി? ഹൊറർ. അപ്പൊ ഇതിലിപ്പോ നമുക്ക് ഒബിയസ്ലി കാർത്തിക് സുബ്രാജിന്റെ ഒരു അസോസിയേഷൻ ഇസ് ദെയർ, ആൻഡ് അതെങ്ങനെയുണ്ടായിരുന്നു ദാറ്റ് എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. നമ്മള് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞ് ഒരു 1 വീക്കിലാണ് അവർ ജോയിൻ ചെയ്യുന്നത്. ആക്ച്വലി അവര് ഓൾറെഡി ഒരു മൂവി, അവരാദ്യമേ ഇതിന്റെ ഒരു പാട്ടായിരുന്നില്ല, അവരെന്നെ വെച്ചൊരു സിനിമ ചെയ്യാനുള്ളൊരു കഥയായിട്ട് വന്നു. ഓക്കെ. അപ്പോ ഈ സിനിമ ഓൾറെഡി തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആ സമയത്ത് ഒരേ സമയത്ത് അത് ഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കഥ അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ ഓൾസോ ലൈക് നവരസ ഓപ്പൺ ഫോർ ദ ലൈക് ഒരു കോ പ്രൊഡ്യൂസർ വരാൻ. അങ്ങനെ അവർക്ക് കേട്ടപ്പോ തന്നെ അവർക്ക് ഭയങ്കര വർക്കായി. അന്ന് തന്നെ അവര് കച്ചവടം ഉറപ്പിച്ച് അവര് ഇന്നായി. അവരുടെ ഇൻവോൾവ്മെന്റ് അത്യാവശ്യം ഉണ്ടല്ലോ. ഉണ്ട്. അവര് പടവും കണ്ടു, അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം കാർത്തിക് അണ്ണനിലും പുള്ളി ഇതിന്റെ ഒരു എന്താ പറയണ്ട ഒരു കൊളാബറേഷന്റെ ഒരു ചടങ്ങ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയും ഒരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് അന്ന് അത്ര ആയിട്ടുണ്ടായിരുന്നുള്ളൂ കട്ട്. അന്ന് കണ്ട് പുള്ളി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അടിപൊളി. ഈ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ കാണാൻ പറ്റി? ഫൈനൽ കട്ട് കണ്ടിട്ടുണ്ടോ ഇതുവരെ? ഞാൻ ഡബ് വരെ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ മൊത്തം എല്ലാം കഴിഞ്ഞിട്ട് കണ്ടിട്ടുള്ളൂ. ഈ കൂട്ടത്തിൽ മറ്റൊരു പേര് നമുക്ക് മറക്കാൻ പറ്റാത്തത് ഡെഫിനറ്റ്ലി കലാഭവൻ നവാസ്. കാരണം ഐ മീൻ ഫോർ മീ ഓൾസോ, നമ്മളൊക്കെ ചെറുപ്പം മുതലേ വളർന്നു വരുന്ന സമയത്ത് കേട്ട് ചിരിച്ച് കണ്ടിട്ടുള്ള ഒരു ഫേസും കൂടിയാണ്. ആൻഡ് ദെൻ ഓൾ ഓഫ് എ സഡൻ നമ്മൾ കേൾക്കുകയാണ്. സോ ഈ ഒരു പ്രൊജക്റ്റിൽ അദ്ദേഹമായിട്ട് ഒത്തിരി മിംഗിൾ ചെയ്യാനുള്ള ടൈം ഒക്കെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അന്ന് നമുക്ക് എല്ലാവർക്കും കോമ്പിനേഷൻ സീൻ നമ്മള് പുള്ളി പോകുന്നതിന്റെ അന്ന് നമ്മളുടെ കൂടെ എല്ലാരും കൂടെ ഒരു വലിയൊരു മേജർ സീൻ ചെയ്തിട്ടാണ് പുള്ളി. നല്ലൊരു അടിപൊളി ക്യാരക്ടറാണ് ഇതിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ്
ഈ ഫെബ്രുവരി 22 2 വർഷം കംപ്ലീറ്റ് ചെയ്യണം. വിച്ച് ഇസ് ഓൾസോ ലൈക്ക് നമ്മൾ 2 വർഷം ആയോ എന്നുള്ളൊരു സാധനമുണ്ട്. ആൻഡ് വി ഹാവ് ടു സേ ഇറ്റ്. നമ്മൾ ആ മലയാളം സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ പുഷാണ്. ലൈക്ക് യുനോ എല്ലാ നല്ല പടങ്ങൾ അന്നും ഇന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ബട്ട് യുനോ ടു ഹാവ് ദാറ്റ് ഒരു പ്രസൻസ് ഓൺ എ വെരി ഗ്ലോബൽ സ്കെയിൽ, അത് ശരിക്കും കൊണ്ടുതന്ന ഒരു പടം കൂടിയാണ്. ആൻഡ് ബീയിങ് എ പാർട്ട് ഓഫ് സച്ച് ഒരു മൂവി ഹാസ് ടു ബി എൻ എക്സ്പീരിയൻസ്. അപ്പം നമ്മളിപ്പം ഫെബ്രുവരി 22 ആകുമ്പോൾ അഗെയിൻ 2 years കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ലൈക്ക് ഹൗ ഇസ് ഇറ്റ്, ലൈക്ക് ഈവൻ ആഫ്റ്റർ 2 years അതിൻ്റെ ഒരു ഇമ്പാക്ട്? വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി അബൌട്ട് ഇറ്റ്. അങ്ങനെ അതിൻ്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിലും അതിൻ്റെ പ്രീ തൊട്ട് അതിൻ്റെ എല്ലാ പോസ്റ്റ് വരെ ഉള്ള പരിപാടികൾ കൂടെ ഒന്ന് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയതിലും അതൊരു എപ്പോഴും ഒരു ജേണി ആയിട്ട് മനസ്സിൽ അല്ലെങ്കിൽ ഒരു ലെസൺ ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ഇതാണ് മഞ്ഞുമൽ ബോയ്സ്. ആൻഡ് ഐ എം ഷുവർ ഒരുപാട് ട്രിവ്യാസ് ആ സിനിമയെ കുറിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. ഇസ് ദർ സംതിങ് ദാറ്റ് ഇതുവരെ ഞാൻ പുറത്തോട്ട് പറഞ്ഞിട്ടില്ല സിനിമയെ കുറിച്ച്? പുറത്ത് പറയാത്തത് അത് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും അതിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അടികളാണ്. അത് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അത് തീരും. അത് ഇറങ്ങിയോട് അത് നമ്മൾ സക്സസ് ഓർ ഫെയിലിയർ, ബട്ട് അതിലതങ്ങ് തീരും. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി എടുത്ത് പറയാനൊന്നുമില്ല. സിനിമ പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല. ബട്ട് ഈവൻ നൗ ഐ തിങ്ക് ആ ഒരു മൂവി ഹാസ് റിയലി പുഷ്ഡ്. അതൊരു ബെഞ്ച് മാർക്കായി മാറി എന്നുള്ളതാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി ദെയർ ഇൻസൈഡ് യു ടു ഹാവ് ദാറ്റ് മൊമെന്റ്. ഫ്യൂച്ചർ പ്രോജക്ട്സ് ഫോർ യു ഗൈസ്, വാട്ട് ഈസ് കമ്മിങ് അപ്പ്? കളിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പേടി ഇല്ല, ഇപ്പം ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ട്. ലോക്ക്ഡൌൺ പുറത്ത് അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു പ്രോജക്ട് വരുന്നുണ്ട്, വരുന്നുണ്ട്. കൂടെ ആവുമ്പോ പറയാം അല്ലേ? ടൈം ഉണ്ട്. അമീൻ ബ്രോ? ഡെർബി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ്, അത് സാഗറുണ്ട്. ഓക്കെ. പിന്നെ വാഴാറ്റ് വരുന്നുണ്ട്. അതുപോലെ ഡെർബി എന്ന് പറഞ്ഞ പടത്തിന് ഇറങ്ങാനുണ്ട്. പിന്നെ വേറൊരു പടം കൂടി ഇറങ്ങാനുണ്ട്, പേര് പറയുന്നില്ല. ഓക്കെ. പിന്നെ ഈ മാസം ലാസ്റ്റ് ഒരു പടം അനൗൺസ് ചെയ്യാനുണ്ട്, ഷൂട്ട് തുടങ്ങാനുണ്ട്. നൈസ്. ഇനി ഈ ജനുവരി 30 പടം കാണാൻ വരുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞു തുടങ്ങാം. അവസാനിക്കാറായി. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു പരിപാടിയാണ്. പിന്നെന്താ, അതായത് ഈ ഡയലോഗ് എല്ലാ സിനിമയിലും എല്ലാ നടന്മാരും പറഞ്ഞിട്ടുണ്ട്. പറയാൻ പറ്റില്ല. അതായത് എന്തുകൊണ്ട് തിയേറ്ററിൽ പോയി കാണണം, കാരണം തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. പടം എവിടെയെങ്കിലും ഇരുന്ന് പോകുന്നൊരു സിനിമയായിട്ടോ എവിടെയും ഞാൻ ഇതുവരെ കണ്ടതിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ്റെ എവിടെയും പടം ഇരിക്കുന്നോ അല്ലെങ്കിൽ ഒരു ലാഗിനുള്ള സമയം ഇല്ല ഈ പടത്തിൽ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ കേസ് ഇങ്ങനെ അതിങ്ങനെ ഒരു ഒഴുക്കിൽ പടം നന്നായിട്ട് രീതിയിൽ പോകുന്നുണ്ട്. അത് രസമാണ്. എല്ലാവരും കൂടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് എല്ലാവരും കൂടെ ആ ചിരി ഷെയർ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വൈബ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ പോയി തന്നെ കാണാം. അപ്പോൾ ആ ഒരു എൻജോയ്മെന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് അതിനെക്കുറിച്ച് സംസാരിക്കാനും വിലയിരുത്താനും സാധിക്കട്ടെ. ഓസം. ഈ പടത്തിന്റെ എല്ലാ ടെക്നിക്കൽ A to Z നോക്കുകയാണെങ്കിൽ പാൽബി ചേട്ടനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ എല്ലാം എഡിറ്റർ. പിന്നെ ഇത്രയും വലിയ കാർത്തിക് സുബ്രാജ് ഒക്കെ എന്നാണെങ്കിൽ ഈ പടത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല, അല്ലാണ്ട് ഒന്നും കാണാണ്ട് ഇതിൽ കൈ കൊടുക്കില്ല. സിമ്പിൾ ആയിട്ട് അത് വെച്ച് തുടങ്ങാം. അതാണ് ക്ലിക്ക് ബൈറ്റ്. അപ്പൊ എല്ലാരും സാഗറിന്റെ ആരും നിരാശപ്പെടുത്തില്ല എന്നുള്ള ഒരു മിനിമം ഗ്യാരണ്ടി നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ പ്രതീക്ഷ അതിനും വലുതാണ്. പക്ഷെ നമ്മളത് അങ്ങനെ പറയും. നൈസ്. അതാണത്, ഒരു ചെറിയ പടം, ചെറിയ വലിയ പടം. ആബ്സല്യൂട്ട്ലി ഓസം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. നമുക്ക് ജനുവരി 30 തിയേറ്ററിൽ വെച്ച് കാണാം. താങ്ക് യു.